ഹലോ നമസ്കാരം, വെൽക്കം ടു മോളിവുഡ് ടോക്സ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കാന്താര ചാപ്റ്റർ 1 പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കാന്താര എന്ന 2021 പുറത്തിറങ്ങിയ ഒരു ഗംഭീര വിജയ സിനിമയുടെ പ്രീക്വൽ ആയിട്ട് ഈ വർഷം റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. നമുക്ക് സിനിമയുടെ കഥയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു ആദിവാസി സമൂഹത്തിന്റെ ചെറുത്തുനിൽപ്പും അവരുടെ കുറച്ച് മുകളിലേക്ക് ഉയർന്നു വരാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഇതിനോട് പാരലായി പോകുന്ന ഡിവൈൻ ആയിട്ടുള്ള കുറേ വിഷയങ്ങൾ കാന്താര സിനിമയിൽ കണ്ടിട്ടുള്ള അതേ ടോപ്പിക് തന്നെയാണ്. പക്ഷെ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പീരിയോഡിക് സെറ്റപ്പിലുള്ള ഒരു സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. കാന്താര 2 എന്നാണ് പറയാൻ തോന്നുന്നത്, കാന്താര ചാപ്റ്റർ 1. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ബേസ് പ്ലോട്ട് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും റൈറ്റിങ്ങിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട്. പല സമയങ്ങളിലും കുറേ കാര്യങ്ങൾ ഇവർ പൊളിറ്റിക്കലായിട്ട് പറയുമ്പോഴും ഒട്ടും ഫോഴ്സ്ഡ് അല്ലാതെ വളരെ ഒരു ഒഴുക്കിൽ കൃത്യമായി പറയേണ്ട പോയിന്റ്സിൽ ഡയലോഗുകൾ പറഞ്ഞു പോവുക, അങ്ങനെയുള്ള ചില എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് തോന്നി. കഥയ്ക്ക് മുകളിൽ പോകുന്ന ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയുടെ ഏറ്റവും ഗ്രാൻഡ്യൂർ എന്ന് പറയുന്നത്. അത് വിഷ്വലി നമുക്കിങ്ങനെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത ലെവലിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ കുറേ റിയൽ അഡ്വഞ്ചർ സീക്വൻസുകളുണ്ട്. ഒരു വലിയ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഫസ്റ്റ് ഹാഫിൽ ചെയ്യുന്ന സംഭവങ്ങൾ, ആനിമൽസിനെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, VFX പോലും അല്ല, എനിക്ക് ഇവർക്ക് എങ്ങനെ ഇതിൻ്റെ അനുമതി കിട്ടിയെന്ന് അത്ഭുതം തോന്നിപ്പോയി. അങ്ങനെയുള്ള ചില സീക്വൻസുകളൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മേക്കിംഗ്, അതിൻ്റെ ഒരു വിഷ്വൽ സൗണ്ട് എഫക്ട്സ്, ഇതൊക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളർ ഗ്രേഡിങ് മുതൽ ടെക്നിക്കൽ സൈഡ് ടോപ്പ് നോച്ചാണ്. VFX ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ പല സീനുകളിലും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ വരുന്ന കുറേ എലമെന്റ്സ്, പ്രീ ഇന്റർവെൽ സീക്വൻസിൽ അവരുടെ ഒരു ഭയങ്കര VFX പരിപാടിയുണ്ട്. അത് ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലും അതേ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ, പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നിന്നും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കൂടുതൽ VFX കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു ഭയങ്കര ഡൈവേർഷൻ എനിക്ക് ഫീൽ ചെയ്തുന്നുണ്ടെങ്കിലും അപൂർവം ഷോട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മാക്സിമം ഒരു VFXൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഈ പടത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരിത് ഓവറോൾ ഒരു ടെക്നിക്കൽ മീഡിയ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വരികയാണെങ്കിൽ ഋഷഭ് ഷെട്ടി കാന്താരയിലെ പോലെ തന്നെ ഈ പടത്തിലും ഗംഭീര പെർഫോമൻസ് ആണ്. അതിൻ്റെ ഒന്നുകൂടെ അപ്ഗ്രേഡഡ് വേർഷനായിട്ട് പുള്ളി ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. ഇമോഷണൽ സീൻസ് പുള്ളി പുൾ ഓഫ് ചെയ്തിട്ടുള്ള രീതി തന്നെ അടിപൊളിയാണ്. ഒരു മാസ് ഹീറോ പരിവേഷമുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു ഡിവൈൻ പരിപാടി, ഈ സിനിമയുടെ ഒരു USP നിൽക്കുന്നത് തന്നെ ആ ഡിവൈൻ ഒരു സംഭവത്തിലാണ്. അത് അവർ പുൾ ഓഫ് ചെയ്യാൻ മാക്സിമം ട്രൂത്ത്ഫുൾ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് അതിൻ്റെ എഴുത്തും പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് സ്ക്രീനിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. മറ്റ് അഭിനേതാക്കളിലേക്ക് വരുമ്പോൾ രുക്മിണി വസന്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു യുവരാജാവായിട്ട് വന്നിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, അയാളും ഓക്കെ ആയിട്ട് അത്യാവശ്യം ഒരു ഡെവലിഷ് ആയിട്ട് എന്നാൽ കുറച്ച് സില്ലി ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ഹ്യൂമർ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരൊക്കെ ഇതിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഹ്യൂമർ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ വന്നു പോകുന്നു, അവരൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ അതിലുള്ള കുറേ ആളുകൾ ഇതിൽ വരുന്നുണ്ട്. അതെങ്ങനെയാണ് ഇവർ ഇതിൽ വരുന്നതെന്നുള്ള കാര്യം ആക്ച്വലി അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. എന്തായാലും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഈ കഥയിലും വരുന്നുണ്ട്. ഋഷഭ് വരുന്ന പോലെ തന്നെ കുറച്ച് ആക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഗംഭീരമായിട്ട് എടുത്തു പറയണം, ഞാൻ ഏറ്റവും അവസാനത്തേക്ക് വെച്ച ഒരാൾ ജയറാമേട്ടനാണ്. പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആളെ നമ്മൾ ഇനിയും ഇവിടെ എത്രയോ എക്സ്പ്ലോർ ചെയ്യാനിരിക്കുന്നു എന്ന് തോന്നിയ കുറച്ച് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിനോട് അടുത്ത സമയത്ത് അങ്ങേരുടെ ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. പുള്ളിയുടെ ഫേസിൽ നമുക്കത് കാണുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രൗഢി കിട്ടുന്നൊരു പരിപാടിയുണ്ട്. ഇതൊക്കെ നമ്മൾ ഇവിടെ ഒരുപാട് കാലമായിട്ട് പുള്ളിയെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. ആള് വെറുതെ ആണ് ഈ പുറത്തൊക്കെ പോയിട്ട് ഇത്ര സിനിമകൾ ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് പുള്ളീനെ. ഈ കോമഡി റോളൊന്നും അല്ല ഇതിൽ, ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള റോളാണ് പുള്ളിക്ക്. ആള് സൂപ്പറായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാന്താരയുടെ ലൈഫായിരുന്ന മ്യൂസിക്കൽ സെക്ഷൻ ഇതിലും ഗംഭീരമായിട്ടുണ്ട്. ചില ഗാനരംഗങ്ങൾ കുറച്ച് കൂടുതൽ ദൈർഘ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല മ്യൂസിക് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സെക്കൻഡ് ഹാഫ്, പ്രത്യേകിച്ച് ലാസ്റ്റ് ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 8 ദിക്കും പൊട്ടും അത് ഒച്ചയുയർന്ന് അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. ചെവി ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ട്രാൻസ് കിട്ടുന്ന പോലെ, ആ പടത്തിൻ്റെ ഒരു മൂഡുണ്ട്. ആ പരിപാടി നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്ന പോലെ തോന്നി. അങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട് മ്യൂസിക്കിൽ, ചില സ്കോറിൽ, സൗണ്ട് എഫക്ട്സിൽ. സൗണ്ട് ഡിസൈനൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. കാർഡിൻ്റെ സൗണ്ട് ഡിസൈനൊക്കെ നമുക്ക് ആ ഒരു തിയേറ്ററിൽ വൈബിൽ അത് ഭയങ്കര ഗംഭീരമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ചിലയിടങ്ങളിൽ വരുന്ന ഒരു ലാഗ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ കുറച്ച് നേരം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി, പിന്നെ പെട്ടെന്നൊന്ന് ഡൗൺ ആയി. കുറച്ച് നേരം ഭയങ്കര ലാഗ് അടിച്ചു പോയി, പിന്നെ അതൊന്ന് ഹൈ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ പരിപാടി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഇതിലുണ്ട്. പക്ഷേ അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു ഹൈ മൊമെന്റിലായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന ലാഗ് നമുക്ക് വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. എന്നാലും ഒന്ന് ട്രിം ചെയ്യാമായിരുന്നു. 2.25 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യ സിനിമയ്ക്കുണ്ട്, അതൊന്ന് ട്രിം ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
പിന്നെ VFXലുള്ള ചെറിയ ഒരു പരുന്ത് പറന്നു പോകുന്ന ഒരു ഷോട്ട് കാണിക്കുമ്പോൾ ഒരു സ്കൈ ഷോട്ടാണ്. ഈ പരുന്തിന് അവിടെ വളരെ വെട്ടിയൊടിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ അവർ ഗംഭീരമായിട്ട് VFX ചെയ്തിട്ടുള്ള ഒരുപാട് രംഗങ്ങളിലുണ്ട്. അത് ചെറിയ അശ്രദ്ധയായിട്ട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് വേണമെങ്കിൽ. അങ്ങനെ കുറച്ച് ഷോട്ടുകളുണ്ട്. പിന്നെ ചില റീക്രിയേഷൻസ് കുറച്ച് കൂടുതലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കാന്താരയുടെ ആ ഒരു വിജയ ഫോർമുല ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, അതിലെ കുറേ സ്റ്റോറി എലമെന്റ്സ് കുറച്ചുകൂടെ എക്സ്ട്രാ ആക്കി കുറച്ചുകൂടെ ഗ്രാൻഡ് ആക്കി പ്രസന്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഈ ഇടയായിട്ട് ഒരുപാട് സീക്വൽ സിനിമകളിൽ കാണുന്നതാണ്. ഫസ്റ്റ് പാർട്ടിന്റെ അതേ എലമെന്റ്സ് കൊണ്ടുവന്ന് കുറച്ചുകൂടെ എക്സ്ട്രാ ഇതാക്കി കൊണ്ടുവന്ന ചിലതൊക്കെ നല്ല രീതിക്ക് പാളി പോകാറുണ്ട്. അത് സ്റ്റോറി ഇത്തിരി പ്രഡിക്റ്റബിൾ ആക്കുന്നുണ്ടായിരുന്നു കാന്താരയുടെ ഒരു വേൾഡിൽ. പക്ഷെ അത് അത്ര വലിയ നെഗറ്റീവ് ഒന്നുമല്ല. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആ മൊമെന്റ്സിലൊക്കെ ഒരു ഗൂസ് ബംസ് കിട്ടും. ആ ഒരു പരിപാടികളൊക്കെ വർക്കാവും. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന സിനിമ തന്നെയാണ്. ഇതൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു ഫോണിലോ ടി വിയിൽ അത്യാവശ്യം വിഷ്വൽ ആയിരിക്കും, പക്ഷെ അതല്ല, ഇത് തിയേറ്ററിൽ ഗംഭീര സൗണ്ട് എഫക്ട്സിൽ വിഷ്വൽ ക്വാളിറ്റിയിൽ അവരുടെ ആ ഒരു ഗ്രേഡിങ്ങും ആ ഒരു ഫ്രെയിമിങ്സും സൗണ്ട് ഡിസൈനും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. കഴിവതും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.